തോൽപ്പാവക്കൂത്ത് ആചാര്യൻ ഒരുപക്ഷെ കഴിഞ്ഞ തലമുറയിൽ ജീവിച്ചിരുന്ന ഏറ്റവും പ്രഗത്ഭനായ പുലവർ ശ്രീ കൂനത്തറ കൃഷ്ണൻകുട്ടി പുലവർ. അദ്ദേഹത്തെ ഞാൻ ആദ്യമായിട്ട് പരിചയപ്പെടുന്നത് തിരുവനന്തപുരത്ത് ലോക മലയാള സമ്മേളനം നടക്കുന്ന സന്ദർഭത്തിലാണ്. അവിടെ തോൽപ്പാവക്കൂത്ത് അവതരിപ്പിക്കാൻ ഇദ്ദേഹത്തിനെയും സംഘത്തെയും ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ വളരെയധികം പരിപാടികൾ നടക്കുന്നതിനിടയിൽ തിരുവനന്തപുരത്ത് ജവഹർ ബാലഭവൻ്റെ തുറന്ന വേദിയിലായിരുന്നു തോൽപ്പാവക്കൂത്ത് നടത്താൻ നിശ്ചയിച്ചിരുന്നത്. അപ്പോൾ ചുറ്റും വളരെ അങ്ങേയറ്റം പ്രകാശം വരുന്ന രീതിയിലുള്ള ഇലുമിനേഷനും മറ്റ് സംവിധാനങ്ങളൊക്കെ ഉള്ള ഇതിനിടയിൽ ഈ തോൽപ്പാവക്കൂത്തിൻ്റെ അരങ്ങിൻ്റെ പിന്നിൽ വയ്ക്കുന്ന തേങ്ങാമുറിയുടെ വെളിച്ചെണ്ണയിലുള്ള പ്രകാശം അത് വേണ്ടത്ര അത് മിഴിവോടുകൂടി തെളിഞ്ഞില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. പിന്നെ അതുകൊണ്ട് തന്നെ പാവകളെ വേണ്ട രീതിയിൽ കാണാനും കഴിഞ്ഞില്ല. പിന്നെ ചുറ്റുമുള്ള മറ്റ് ശബ്ദമാലിന്യം ഇതൊക്കെ കൊണ്ട് ആകെ പരിപാടി ഒട്ടും നന്നായില്ല എന്നുള്ളതാണ് അവിടെ സംഭവിച്ചത്. പക്ഷെ ഞാനവിടെ ആദ്യമായിട്ടിത് കാണുന്നത് ആ സന്ദർഭത്തിൽ വെച്ചാണ്. എനിക്കിതിൻ്റെ പ്രാധാന്യം നല്ല രീതിയിൽ എനിക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞത്. വളരെ വളരെ വിശേഷപ്പെട്ടൊരു കലാരൂപമാണ്. വേണ്ട രീതിയിൽ ശ്രദ്ധിച്ച് അവതരിപ്പിച്ചിരുന്നു എങ്കിൽ ഇത് വളരെ നന്നായിട്ട് ഇതിനെ അഭിനന്ദനം കിട്ടുന്ന രീതിയിൽ ഇത് കൊണ്ടുവരാൻ കഴിയുമായിരുന്നു എന്ന് തോന്നി. ഏതായിരുന്നാലും പുലവരെ കാണുകയും ഞങ്ങൾ കുറേ നേരം ഇത് സംബന്ധിച്ച് വിശദമായിട്ട് ചർച്ച ചെയ്യുകയും ചെയ്തു. കുറേ നാളുകൾക്ക് ശേഷം 1978 ഇന്ത്യയുടെ ഒരുപക്ഷെ ചരിത്രത്തിലാദ്യമായി സാംസ്കാരിക ചരിത്രത്തിലാദ്യമായിട്ട് ഇന്ത്യയിലെ നിഴൽ നാടക കലാരൂപങ്ങൾ, നിഴൽ പാവകൾ, ഷാഡോ പപ്പറ്റ്സിന് ഒരു വലിയൊരു ശില്പശാലയും ഒരു ദേശീയ ഉത്സവവും സംഘടിപ്പിക്കാൻ ശ്രീമതി കമലാദേവി ചത്തോപാധ്യായ തീരുമാനിക്കുകയാണ്. കമലാദേവിജിയാണ് ശരിക്കും ഇന്ത്യൻ പപ്പട്രിയുടെ പുനരുദ്ധാരക എന്ന് വേണമെങ്കിൽ പറയാം. പല പാരമ്പര്യങ്ങളും ഏതാണ്ട് അവസാന ദശയിലെത്തുമ്പോൾ സഹായഹസ്തമായിട്ട് മുന്നോട്ട് വന്ന് അതിനെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തിയെടുക്കാൻ വേണ്ടി കമലാദേവി നടത്തിയിട്ടുള്ള ശ്രമങ്ങൾ വളരെ ശ്ലാഘനീയമാണ്. അപ്പോൾ ഞാൻ കൂടിയാട്ടം അതിൻ്റെ പുനരുദ്ധാരണമായിട്ടൊക്കെ ബന്ധപ്പെട്ട് പലതവണ കമലാദേവിജിയായിട്ട് ഒന്നിച്ച് പ്രവർത്തിക്കാനുള്ള അവസരം ഉണ്ടായിട്ടുണ്ട്. ഏതായിരുന്നാലും ഈ ദേശീയ ഷാഡോ തിയേറ്റർ ഫെസ്റ്റിവലിന് വേണ്ടി തോൽപ്പാവക്കൂത്തിൻ്റെ സർവ്വ വിശദാംശങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു ഫയൽ തയ്യാറാക്കാനായിട്ട് അവർ കേരള സംഗീത നാടക അക്കാദമിയോട് ആവശ്യപ്പെടുകയും അക്കാദമിയിൽ അവരത് കാര്യമായിട്ട് എടുക്കാതെ ഫെസ്റ്റിവൽ തുടങ്ങാൻ ഏതാനും ആഴ്ചകൾ മാത്രം ബാക്കിയുള്ളപ്പോൾ അതുവരെയും ഒന്നും ഇവിടുന്ന് അയച്ചിട്ടില്ലാത്തതുകൊണ്ട് കമലാദേവിജി എന്നോട് ആവശ്യപ്പെടുകയാണ്, എങ്ങനെയെങ്കിലും ഇതൊന്ന് തയ്യാറാക്കി തരണം. ഞാനത് അന്നൊക്കെ ടെലഗ്രാം കിട്ടിയിട്ട് തന്നെ കൂനത്തറ ചെല്ലണം. കൂനത്തറ ചെന്ന് എനിക്കിപ്പോൾ ഇന്നും ഓർമ്മയുണ്ട്, ഒരു ചാറ്റൽ മഴയുള്ളൊരു ദിവസം വൈകുന്നേരം പുലവരുടെ വീട്ടിലെത്തുകയാണ്. അപ്പോൾ എൻ്റെ ആവശ്യം പറഞ്ഞു. വളരെ സന്തോഷപൂർവ്വം പുലവർ ചെന്ന് ഞാൻ അങ്ങനെ ഇരുന്ന് എൻ്റെ പണി തുടങ്ങി. അപ്പോൾ അന്ന് ഈ പാവകളൊക്കെ വീട്ടിൻ്റെ തട്ടുമുകളിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. അതൊക്കെ എടുക്കുന്നത് ഈ സീസണിലെ പരിപാടി തുടങ്ങുമ്പോൾ മാത്രമേ ഇതൊക്കെ പുറത്തെടുക്കാറുള്ളൂ. അന്ന് മറ്റേ പരിപാടികൾക്കൊന്നും ഉള്ളൊരു സാധ്യതയോ ഒന്നും കേരളത്തിലില്ലാത്തതുണ്ട്. തട്ടുമുകളിൽ നിന്ന് ഈ പഴയ പാവകളൊക്കെ എടുത്തുകൊണ്ട് വന്ന് ഞങ്ങളതിൻ്റെ മെഷർമെൻറ്റൊക്കെ നോക്കി അതിൻ്റെ ഓരോ വിശദാംശങ്ങൾ അവിടെ തന്നെ ഒരായപ്പുടവ കെട്ടി ഇതിൻ്റെ ചെറിയ പ്രകടനമൊക്കെ കാണിച്ചു തന്നു. അങ്ങനെ ഏതാണ്ട് വെളുപ്പിന് 4 മണിയായപ്പോൾ ഞങ്ങൾ ഇതിൻ്റെ ഏതാണ്ടൊരു രൂപം, കാരണം ഇതിനെപ്പറ്റി എഴുതിയതൊന്നും കിട്ടാനില്ല, അപൂർവം ഒരു ലേഖനമായിട്ടോ മാതൃഭൂമി ആഴ്ചപ്പതിലുമായിട്ട് വന്ന ഒരു ലേഖനം മാത്രമേ ഇതിനു മുമ്പ് പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുള്ളൂ. അപ്പോൾ ബാക്കിയൊക്കെ ഇതിൻ്റെ എന്താണ് ഒരു ഷാഡോ തിയേറ്ററിൻ്റെ ഒരു പശ്ചാത്തലം വിശദീകരിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ കൊണ്ടുവരണം, ഇതൊക്കെ ഞങ്ങൾ അവിടെ ഇരുന്നിട്ട് തയ്യാറാക്കണം.
അപ്പോൾ പാവകളാണ് പ്രധാനം. പാവകൾ ഉണ്ടാക്കുന്ന രീതി, അതിൻ്റെ മെറ്റീരിയൽ, നാൺതോലിലങ്ങനെ ശുദ്ധീകരിച്ചെടുക്കണം, എങ്ങനെ അത് വെട്ടുന്നു, എങ്ങനെ അതിൻ്റെ വേറെ തരത്തിലുള്ള ഉളി മറ്റു ഉപകരണങ്ങളാണ് ഉപയോഗിക്കുന്നത്, ഇങ്ങനെ തുടങ്ങി ആയപ്പുടവയുടെ വിശേഷങ്ങൾ. പിന്നെ ഇതിനകത്ത് വരുന്ന രംഗസജ്ജീകരണങ്ങൾ, ഇപ്പോൾ നടപ്പിലില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ ഇതിൻ്റെ പാരമ്പര്യ സജ്ജീകരണങ്ങളായിട്ടുണ്ട്. അതിനെപ്പറ്റിയൊക്കെയുള്ള വിശദാംശങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കി ഏതാണ്ട് വെളുപ്പിന് 4 മണിയായപ്പോൾ ഞാൻ ഒരു സമഗ്ര ചിത്രം ഉണ്ടാക്കിയെടുത്തു. ഞാനത് ആ റിപ്പോർട്ട് അയച്ചു കൊടുക്കുകയും ചെയ്യുന്നു. അപ്പോൾ അവർ വായിച്ചപ്പോൾ വളരെ ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാനും സംഘത്തോടൊപ്പം യാത്ര ചെയ്യണമെന്ന് തീരുമാനിച്ചു എന്നെ അറിയിക്കുകയാണ്. അപ്പോൾ ഒരു പ്രാവശ്യം കണ്ട വളരെ മോശപ്പെട്ടൊരു അനുഭവം ഉള്ളിലുള്ളത് കൊണ്ട് ഞങ്ങൾ ഒരാഴ്ചക്കാലം ഞാനും കൂടെ കൂനത്ര പോയി താമസിച്ചിട്ട്, പുലവരുടെ വീട്ടിൽ തൊട്ടടുത്ത് ഒരു മാരിയമ്മൻ ക്ഷേത്രവും അവിടെ ഒരു കൂത്തുമാടമുണ്ട്. അവിടെ ആയപ്പടവ് കെട്ടിയിട്ട് എത്ര സമയമാണ് ചെയ്യേണ്ടത്, അതിലെന്തൊക്കെ ചെയ്യണം എന്ന് തീരുമാനിച്ചിട്ട് അത് ഞങ്ങൾ എന്നും പരിശീലനം കൊടുക്കാൻ തുടങ്ങി. അന്ന് കിട്ടാവുന്നിടത്തുള്ള ഏറ്റവും അന്ന് നല്ല കലാകാരന്മാരുള്ള കാലമാണ്. കൃഷ്ണൻകുട്ടി പുലവർ, ഉപ്പത്ത് നാരായണൻ നായർ, വളരെ പ്രഗത്ഭനായിട്ടുള്ള, പക്ഷേ പുലവരെക്കാളും പാണ്ഡിത്യവും പിന്നെ ശബ്ദ ഗാംഭീര്യമൊക്കെ ഉള്ള ഒരാളാണ് ഉപ്പത്ത് നാരായണൻ നായർ. അടുത്ത കാലത്താണ് അദ്ദേഹം നിര്യാതനായത്. അതുപോലെ തന്നെ രാമൻകുട്ടി പുലവർ, പിന്നെ കൂനത്തറയുള്ള തന്നെ രാമേന്ദ്രൻ മാസ്റ്റർ. അപ്പം ഇങ്ങനെ ഒരു മാരിയപ്പൻ, ഇങ്ങനെ ഒരു 8 പേരടങ്ങുന്ന ഒരു സംഘത്തിനെ എടുത്താണ് ഇതിൻ്റെ ഈ പരിപാടി സജ്ജീകരിച്ചത്. അന്ന് പിള്ളേർ, ഇന്നിപ്പം അറിയപ്പെടുന്ന കലാകാരന്മാരായിട്ടുള്ള പിള്ളേരൊന്നും അന്ന് വളർന്നില്ല, കൊച്ചുപിള്ളേരാണ്. അപ്പോൾ ഇങ്ങനെ മുതിർന്നവരുടെ ഒരു സംഘം തയ്യാറാക്കി നല്ലപോലെ പരിശീലിപ്പിച്ച്, അപ്പോൾ ഒരു അസാമാന്യ നാടകീയതയോടുകൂടി സംഭാഷണങ്ങൾ കൈകാര്യം ചെയ്യാനും, ഒരുപോലെ തന്നെ ഒരേ സമയം നാടകീയതയുണ്ട്, അതേസമയം പാണ്ഡിത്യമുണ്ട്. അങ്ങനെ നല്ല രസകരമായിട്ടാണ് അത്. പൊട്ടപ്പാവം മുതൽ തുടങ്ങി അവസാനം പഞ്ചവടിയിൽ തുടങ്ങിയിട്ട് ശ്രീരാമ പട്ടാഭിഷേകത്തിൽ അവസാനിപ്പിക്കുന്നത്. അതിനിടയ്ക്ക് പിന്നെ ഈ ഗരുഡപ്പത്ത് ഒക്കെ ചുരുങ്ങിയ രീതിയിൽ അതൊക്കെ ഉൾക്കൊള്ളിച്ച് വളരെയധികം, സാധാരണ രണ്ട് പാവ ഇങ്ങനെ തിരശ്ശീല കുത്തി നിർത്തി കഴിഞ്ഞാൽ പിന്നെ അവരുടെ സംഭാഷണം മണിക്കൂറുകളോളം നീണ്ടു നിൽക്കും ചിലപ്പോൾ ഈ കൂത്തുമാടത്തിൽ. ഇവിടെ നമുക്കൊരു വിഷ്വൽ പോസിബിലിറ്റി ഇവിടെ എടുക്കണമെന്നുള്ളതുകൊണ്ട് അത്തരം ദൈർഘ്യമേറിയ സംഭാഷണങ്ങളൊക്കെ ഒഴിവാക്കി അതുകൊണ്ട് എനിക്ക് തോന്നുന്നു 1.25 മണിക്കൂറായിട്ടാണ് ഉള്ളിൽ എത്ര നാടകീയമായിട്ട് എത്ര ഭംഗിയായിട്ട് കൊണ്ടുവരാൻ ആ രീതിയിൽ ചിട്ടപ്പെടുത്തിയെടുത്ത് അതുകൊണ്ടാണ് ഞങ്ങൾ ബാംഗ്ലൂർക്ക് പോകുന്നത്. ബാംഗ്ലൂർ ചെന്നപ്പോൾ അവിടെ വളരെ ആധുനികമായിട്ടുള്ള രവീന്ദ്ര കലാക്ഷേത്രത്തിലായിരുന്നു. രാവിലെ ശില്പശാലയിൽ പ്രഗത്ഭരായിട്ടുള്ള ആളുകൾ, പക്ഷേ ഇത്രയും പ്രഗത്ഭരായിട്ടുള്ള ആളുകൾ ദേശീയ അന്തർദേശീയ നിലവാരത്തിലെ പാവകളി രംഗത്ത് അതിപ്രഗത്ഭർ എല്ലാവരും പങ്കെടുത്തു. ഇന്ത്യയിൽ നിന്ന് തന്നെ മെഗർ കോൺട്രാക്ടർ, പിന്നെ സുരേഷ് ദത്ത, ഇങ്ങനെ അനവധി പേര് അതിപ്രദർശിക്കാവുന്ന വിദ്യാർത്ഥികളാണ്. എന്നാലും അവരൊക്കെ ഉണ്ടായിരുന്നു അന്ന്. ഇങ്ങനെ എല്ലാവരും അനവധി വിദഗ്ധർ, ഭാഷാ പണ്ഡിതന്മാർ, തമിഴിലെയും കമ്പരാമായണത്തിലൊക്കെ പണ്ഡിതന്മാർ, കമലാദേവി ചതോപാധ്യായ, അങ്ങനെ അനവധി ആളുകളുടെ സാന്നിധ്യത്തിൽ ഉള്ള ശില്പശാല കഴിഞ്ഞ് വൈകുന്നേരം പരിപാടി. അപ്പോൾ ആ തിയേറ്ററിൻ്റെ സ്വഭാവം മനസ്സിലാക്കി എത്രത്തോളം അതിനെ ആകർഷണമാക്കും അതൊക്കെ ഞങ്ങൾ പകൽ തന്നെ അവിടെ തന്നെ പരിശീലിച്ചതിന് ശേഷം അവതരിപ്പിച്ചു. തിയേറ്റർ ശരിക്കും പറഞ്ഞാൽ ഒരു ഇലക്ട്രിക് ലൈറ്റിൻ്റെയും സഹായമില്ലാതെ വെറും എണ്ണവിളക്കിൽ മാത്രമായിട്ട് നടന്ന അവതരണം. അത് വളരെയധികം, കാരണം മറ്റ് പല ഷാഡോ തിയേറ്റർ ഉണ്ടായിരുന്ന ഈ ആന്ധ്രാപ്രദേശിൽ നിന്ന് കർണാടകത്തിൽ നിന്ന് വന്നവരൊക്കെ ഇലക്ട്രിക് ബൾബിനെ ആശ്രയിച്ചപ്പോൾ ഞങ്ങളിതെല്ലാം വേണ്ടാന്ന് പറഞ്ഞിട്ട് എണ്ണവിളക്കിൽ മാത്രം അത് അവതരിപ്പിച്ചത്. അതിൻ്റെ തള്ളിയെറിയലുമൊക്കെ അതിൻ്റെ തന്മയത്വത്തോട് ചെയ്തു. മാത്രമല്ല ഈ ശൂർപ്പണഖ നാസികാച്ഛേദന രംഗത്ത് ഈ ചുവന്ന ചുണ്ണാമ്പും മഞ്ഞളും കൂടെ കലർത്തിയ ചുവന്ന നിറത്തിലുള്ള ആ ലായനി യവനികയിലേക്ക് ഒഴിക്കും രക്തത്തിൻ്റെ ഒരു തന്മയത്വം കിട്ടാൻ വേണ്ടി. അതൊക്കെ കാണിച്ചു. ഒരു പരിപാടി ഉണ്ടായിരുന്നുള്ളൂ. അതിൽ പരിപൂർണ്ണമായിട്ട് എത്രത്തോളം തന്മയത്വം കാണിക്കുക അതെല്ലാം കാണിച്ചു.
പരിപാടി കഴിഞ്ഞപ്പോൾ ഗംഭീരമായ അഭിനന്ദനം. അനവധി പേര് ബാക്ക് സ്റ്റേജിൽ വന്ന് പുലവരെ കാണുകയും അഭിനന്ദിക്കുകയും ചെയ്തു. അന്ന് വളരെ ഈ പാവാടി രംഗത്ത് ഇന്ത്യയിൽ ഒരുപക്ഷെ പിൽക്കാലത്ത് ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ് ഉഷ മാലിക്. അവർ കേന്ദ്ര സംഗീത അക്കാദമി സെക്രട്ടറി ആയിരുന്നു. ഇന്ന് കേന്ദ്ര സംഗീത അക്കാദമിയിൽ പാവാടി സംബന്ധിച്ചുള്ള പല പ്രവർത്തനങ്ങളുടെയും തുടക്കം കുറിച്ച് അവരിരിക്കുന്ന കാലത്താണ്. അന്നൊരു ICCRയുടെ ഉദ്യോഗസ്ഥയായിരുന്നു. അവർ വന്നിട്ട് ഞങ്ങൾ ക്ഷണിക്കുകയാണ്, നിങ്ങൾ ഈ സംഘത്തിന് മോസ്കോ ഇവിടെ ഉസ്ബെക്കിസ്ഥാനിലൊരു പാവടി ഉത്സവം നടക്കുന്നുണ്ട്, അവിടെ പോയാൽ തിരക്കില്ലാന്ന് തോന്നുന്നു, ഇത് വളരെ നന്നായിരിക്കും. പിന്നെ അത് മദർ കോൺട്രാക്ടർ എന്ന് പറഞ്ഞാൽ അന്ന് ഈ യൂണിമ എന്ന് പറഞ്ഞിട്ടൊരു ഓർഗനൈസേഷനുണ്ട് ഈ പാവളിക്കാട്, യൂണിയൻ ഇൻ്റർനാഷണൽ ഡീൽ ആൻഡ് ആലിയനായിട്ട്. അപ്പോൾ അതിന് ഇന്ത്യൻ റെപ്രസെൻറ്റേറ്റീവ് ആയിരുന്നു ഈ മദർ കോൺട്രാക്ടർ. അവരും ഒക്കെ ചേർന്ന് ഈ തോൽപ്പാവക്കൂത്തിന് ആദ്യത്തെ വിദേശയാത്ര റഷ്യയിലേക്ക് അയക്കാനുള്ള തീരുമാനമെടുത്തു. പിന്നെ ഞങ്ങൾ ധാരാളം അതിലേക്ക് വേണ്ടി തയ്യാറെടുപ്പ് തുടങ്ങി. ധാരാളം തവണ ആ മാരിയമ്മൻ കോലിൻ്റെ അവിടെ ആയപ്പുഴ വെട്ടി പരിശീലിച്ച് അങ്ങനെ നല്ലൊരു ഒരു പെർഫോമൻസിൻ്റെ രീതിയിൽ കൂത്തുമാടത്തിൽ ചെയ്യണത് വേറെ, പൊതു അരങ്ങിലേക്കുള്ളത് വേറെ രീതിയിൽ. ഇന്നിപ്പോൾ അവർ വളരെ അത് അരങ്ങം വീണ്ടും അതുപോലെ തന്നെ മിക്കവാറും പലരും ആവർത്തിക്കാറുണ്ട് പാരമ്പര്യ ഇതിവൃത്തങ്ങൾ ചെയ്യുമ്പോൾ. അത് സംവിധാനം ചെയ്ത് അവിടെ ഉസ്ബെക്കിസ്ഥാനിൽ അവതരിപ്പിച്ചു. അപ്പം അന്ന് അവിടെ പ്രധാനമായിട്ടും അവിടെ ഉണ്ടായിരുന്ന ആൾ സെർഗി ഒബ്രസവാണ്. ഒബ്രസവ് എന്ന് പറഞ്ഞാൽ ലോകം കണ്ട ഏറ്റവും മഹാനായ പാവകളിക്കാരുടെ ഒരാളാണ്. ഈ പാവകളി എന്ന് പറയുമ്പോൾ കേരളത്തിലും ഇല്ലെങ്കിൽ ഇന്ത്യയിലുമാണ് വളരെ ഒട്ടും ഒരു മാന്യത ഇനിയും കൽപ്പിക്കാത്തത്. പക്ഷേ ലോകത്തിൻ്റെ മറ്റ് പ്രദേശങ്ങളിൽ പലയിടത്തും പാവകളി ഒരു മുഖ്യ കലാരൂപമാണ്. റഷ്യയിൽ അല്ലെങ്കിൽ അന്നത്തെ USSRൽ ഞങ്ങൾ പോയ മിക്ക നഗരങ്ങളിലും പാവ കളിപ്പിക്കാൻ വേണ്ടി പ്രത്യേക അരങ്ങുകളുണ്ട്. പിൽക്കാലത്ത് എനിക്ക് പല രാജ്യങ്ങളിൽ ഞാനിത് ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇപ്പോൾ ജർമ്മനിയിൽ നോക്കിക്കഴിഞ്ഞാൽ പാവകളിയുടെ ധാരാളം അരങ്ങുകളുണ്ട്. മ്യൂണിക്കിൽ പിന്നെ നഗരത്തിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളിൽ തന്നെ കൊച്ചു കൊച്ചു തിയേറ്ററുണ്ട് പാവകളിക്കുള്ളത്. പിന്നെ പാവകളിക്ക് വേണ്ടി മാത്രം മ്യൂണിക്കിലൊരു മ്യൂസിയമുണ്ട്. അപ്പം ഇങ്ങനെ വളരെ പ്രാധാന്യമാണ് ജപ്പാനിലായിരുന്നാലും ജർമ്മനിയിലായിരുന്നാലും റഷ്യയിലാണെങ്കിലും അതുപോലെ തന്നെ മറ്റ് രാജ്യങ്ങളിലൊക്കെ ചൈനയിലും തായ്വാനിലും ഒക്കെ വളരെ പ്രാധാന്യമുള്ള കലാരൂപമാണ്. ഇവിടെ പാരമ്പര്യ കലകൾക്ക് മൊത്തം വന്ന ശോഷണം, അതിലേറ്റവും കൂടുതൽ അവഗണിക്കപ്പെട്ടത് ഈ പാവകളി എന്ന കലാരൂപമാണ്. എന്തായിരുന്നാലും റഷ്യയിൽ നല്ല രീതിയിലുള്ള അഭിനന്ദനം കിട്ടി. പിന്നെ ഇവിടെ വന്നപ്പോൾ അന്ന് കമലാദേവിജി തന്നെ ഇതിൻ്റെ റിപ്പോർട്ട് കിട്ടി. പറഞ്ഞു, ഇത് നശിക്കാൻ പാടില്ല, നമുക്ക് പുതിയ തലമുറയെ പഠിപ്പിക്കണം. അപ്പം അതിനുവേണ്ടി എന്നെ അതിൻ്റെ സൂപ്പർവിഷൻ അനൗദ്യോഗികമായിട്ട് ഏൽപ്പിച്ചിട്ട് ഒരു പരിശീലന പദ്ധതി തുടങ്ങി. കൂനത്തറ അവരുടെ വീട്ടിൽ ഇന്ന് കാണുന്ന പ്രധാനപ്പെട്ട പുലവർ, രാമേന്ദ്ര പുലവർ, വിശ്വനാഥ പുലവർ, ലക്ഷ്മണ പുലവർ, അങ്ങനെയുള്ള ഇന്ന് കാണുന്ന പ്രധാനപ്പെട്ട കലാകാരന്മാരൊക്കെ അന്ന് കുട്ടികളാണ്. അവരെയൊക്കെ എടുത്തിട്ട് അവർക്ക് സ്കോളർഷിപ്പ് കൊടുത്ത് പരിശീലിപ്പിക്കുക. അങ്ങനെയാണ് ഈ തോൽപ്പാവക്കൂത്തിന് ഈ കാലഘട്ടത്തിലൊരു പരിശീലന സമ്പ്രദായം ഉണ്ടാവുന്നത്. പാവ എങ്ങനെ ഉണ്ടാക്കണം എന്നുള്ളത് ഇന്നത്തെ ആളുകൾ മറന്നുപോയി. ശരിക്കും പറഞ്ഞാൽ അതൊക്കെ ഞങ്ങൾ തിരിച്ചു കൊണ്ടുവന്നു. അങ്ങനെ അതിന് വിദഗ്ധരായിട്ടുള്ള എല്ലാ പാവളിക്കാരെയും വരുത്തി അതിൻ്റെ ഓരോ ടെക്നിക്കുകളും ഇവർ തന്നെ പഠിച്ചുണ്ടാക്കുകയാണ്. അങ്ങനെയാണത് പാവ നിർമ്മാണത്തിൻ്റെ ഒരു പുതിയ കാലഘട്ടത്തിലേക്ക് വരുന്നത്. പാവ നിർമ്മാണമാണ് അവരെ പിന്നീട് ഏറ്റവും കൂടുതൽ സഹായിച്ചിട്ടുള്ളത്. കാരണം പാവ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് വിൽക്കാൻ പറ്റും, നല്ല രീതിയിൽ നല്ല വിലയ്ക്ക് വാങ്ങിയിട്ട് തന്നെ വിൽക്കാൻ പറ്റും. അത് ഇന്ന് അവർ അനുഭവിക്കുന്നുണ്ട്. കാരണം ധാരാളം പാവകൾ വിറ്റുപോകുന്നുണ്ട് മ്യൂസിയങ്ങളിലേക്കും മറ്റുമൊക്കെ. അതോടൊപ്പം തന്നെ പരിപാടികൾ നടക്കും, പാവ വിൽപ്പന, എല്ലാം കൂടെ ഇത് കഷ്ടിച്ച് ഇതുകൊണ്ട് ജീവിക്കാം എന്നുള്ളൊരു ഘട്ടത്തിലേക്ക് ഇപ്പോൾ എത്തിച്ചേർന്നു. ഇനി പുലവരെ പറ്റി പറയുമ്പോൾ സാമാന്യ വ്യക്തിത്വമുള്ളൊരു കലാകാരനായിരുന്നു കൃഷ്ണൻകുട്ടി പുലവർ. എല്ലാവരോടും അദ്ദേഹത്തിൻ്റെ വീടെന്ന് പറഞ്ഞാൽ എത്ര പേര് ചെന്നാലും അവിടെ പുലവരും ഭാര്യയും
അവർക്ക് ഭക്ഷണം കൊടുത്തേ പറഞ്ഞേക്കുള്ളൂ. വരൂ, ഇരിക്കൂ, ഭക്ഷണം കഴിക്കൂ എന്നാണ് പറഞ്ഞത്. അത്രയും പഴയ പാരമ്പര്യത്തിൻ്റെ ഒരു തുടർച്ച അവിടെ ഉണ്ടായിരുന്നു. പിന്നെ എന്നുള്ളത് ആത്മാർത്ഥത. അതിനുശേഷം ഞങ്ങൾ അനവധി രംഗാവതരണങ്ങളിൽ ഞാനും കൂടെ പങ്കെടുത്തിട്ടുണ്ട്. പ്രധാനപ്പെട്ട പലതിനും എന്നെ പ്രത്യേകം ക്ഷണിക്കും. അങ്ങനെ ഞാനും കൂടെ പോകും. രസകരമാണ്. വെറുതെ അണിയറ ഇരിക്കുമ്പോൾ പോലും ഇങ്ങനെ അദ്ദേഹത്തിന് വേറൊരു ലോകമില്ല, ഈ പാവകളി അല്ലാതെ ഒരു ലോകമില്ല. അപ്പോൾ ഇതിനെപ്പറ്റിയുള്ള അനവധി കഥകൾ. അദ്ദേഹത്തിൻ്റെ അച്ഛൻ എന്നും പലപ്പോഴും പറയാറില്ല, ലക്ഷ്മണപുലവർ, സാക്ഷാൽ കൂനത്തറ ലക്ഷ്മണപുലവർ, കൃഷ്ണൻകുട്ടി പുലവരുടെ അച്ഛൻ. അദ്ദേഹത്തിൻ്റെ ജീവിതം തന്നെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഒരു പാവളിക്കാരന് സമൂഹത്തിലുണ്ടായിരുന്ന സ്ഥാനം. ലക്ഷ്മണപുലവർ ശരിക്കും ആ പ്രദേശത്തിൻ്റെ മുഴുവൻ ഒരു നേതാവ് തന്നെയായിരുന്നു. അനവധി ആളുകൾ പണം, അന്നൊക്കെ ബാങ്കില്ലല്ലോ, സൂക്ഷിക്കാൻ കൊണ്ടുവന്ന് കൊടുക്കുന്ന ലക്ഷ്മണപുലവരുടെ കയ്യിലാണ്. അത് കൃത്യമായിട്ട് വാങ്ങി കൃത്യമായിട്ട് സൂക്ഷിച്ചിട്ട് അവർക്ക് ആവശ്യമുള്ളപ്പോൾ തിരിച്ചു കൊടുക്കുക. ഇങ്ങനെ ഒരു ഉത്തരവാദിത്വം കൂടെ അദ്ദേഹത്തിന് ഏൽക്കേണ്ടി വരും. കാരണം വളരെ സാധാരണപ്പെട്ട ആളുകൾക്ക് വലിയൊരു ആശ്രയമായിരുന്നു അത് ലക്ഷ്മണപുലവരുടെ. ഇതുപോലുള്ള പല കാര്യങ്ങൾ, എന്ത് സ്വത്ത് തർക്കങ്ങളും പലതും ഉണ്ടാകുമ്പോഴും ഒരു മധ്യസ്ഥനായിട്ട് എല്ലാവർക്കും വിശ്വാസപൂർവ്വം കൊണ്ടുവരുന്ന ലക്ഷ്മണപുലവരായിരുന്നു. കാരണം ഈ പുലവരെന്ന് പറയുമ്പോൾ പുലവരുടെ ഒരു വ്യക്തിത്വം, പുലവർ എന്ന് പറയുന്നത് തമിഴിലാണ്, പണ്ഡിതൻ എന്നുള്ള അർത്ഥത്തിലാണ്. പുലവർക്ക് അനവധി, അന്നത്തെ പണ്ട് കാലങ്ങളിൽ വെറും പാവകളി എന്ന് പറഞ്ഞാൽ അത് വെറും ഒരു സീസണിലെ അല്ലെങ്കിൽ അതൊരു ഉപജീവന മാർഗം എന്നുള്ള രീതിയിലപ്പുറം അന്ന് കുഞ്ചുപുലവർ, അങ്ങനെ പല പുലവന്മാരുണ്ട് പല കുടുംബങ്ങളിൽ. അപ്പോൾ അവർ തങ്ങളുടെ മത്സരമുണ്ട്, വളരെ നല്ല രീതിയിലുള്ള മത്സരമാണ്. കാരണം ഇത്തവണത്തെ കൂത്തിന് ബാലി സുഗ്രീവൻ, ഒരാൾ ബാലി പിടിച്ച് ഒരാൾ സുഗ്രീവൻ പിടിച്ച്, ബാലി സുഗ്രീവന്മാർ യുദ്ധം ചെയ്യുമ്പോൾ ഉണ്ടായിരുന്ന തർക്ക വിഷയങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക് ഒരാൾ കുറച്ച് മുകളിൽ നിന്നാൽ അടുത്ത വർഷക്കാലമാകുമ്പോൾ ഈ മനുഷ്യൻ പോയിട്ട് പല പണ്ഡിതന്മാരടുത്ത് ചെന്ന് ഇതൊക്കെ പഠിച്ച് ഈ കഥയ്ക്ക് പിന്നെ പറയേണ്ട പല കാര്യങ്ങളും ഹൃദിസ്ഥമാക്കി വീണ്ടും അടുത്ത വർഷം പിന്നെ പ്രത്യേകിച്ചും ഇവിടെ കവളപ്പാറ ആര്യങ്കാവിലും അല്ലെങ്കിൽ അങ്ങനെ പല അമ്പലങ്ങളിലും ആയിരക്കണക്കിന് ആളുകൾ തടിച്ചു കൂടാറുള്ളതാണ്. അന്ന് ഈ മൈക്കൊന്നും ഇല്ലാതിരുന്നൊരു കാലഘട്ടത്തിൽ പോലും ഇത് ഇന്ദ്രജിത്ത് പെരുമ, അതുപോലെ ഗരുഡപ്പത്ത്, ബാലി സുഗ്രീവ യുദ്ധം, ഇങ്ങനെയുള്ള രംഗങ്ങൾ കാണാൻ വേണ്ടി ആളുകൾ തടിച്ചു കൊടുക്കും. കാരണം അത് കാഴ്ച അല്ലായിരുന്നു, അത് കേൾവിയായിരുന്നു. ഈ രണ്ട് പുലവന്മാർ ഓരോ കഥാപാത്രങ്ങൾ എടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിക്കുന്നതാണ്. അപ്പം ഇങ്ങനെ വളരെയധികം ജനകീയമായിട്ടുള്ള കലയ്ക്ക് മാത്രമല്ല കലാകാരനും ഒരു ജനകീയ, ആയിരക്കണക്കിന് ആളുകൾ കാണാനുണ്ടായിരുന്നു. പലരും ഞാൻ ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ട് ആ കാലഘട്ടങ്ങളിൽ. കാരണം എനിക്ക് കേന്ദ്ര സംഗീത അക്കാദമി എന്നോടൊരു മോണോഗ്രാഫ് തയ്യാറാക്കാൻ പറഞ്ഞു ഈ തോൽപ്പാവക്കൂത്തിൻ്റെ. ആ കാലഘട്ടത്തിൽ ഞാനിതിനെപ്പറ്റി അന്വേഷണം നടത്തുമ്പോൾ പലരെയും അന്ന് അഭിമുഖം നടത്തിയ കൂട്ടത്തിൽ ഒരു വീട്ടമ്മ, ഒരു അമ്മൂമ്മ, അവർ പറഞ്ഞത് എനിക്ക് ഇന്നും ഓർമ്മയുണ്ട്. അവർ പറഞ്ഞ് ആ ഇന്ദ്രജിത്ത് പെരുമയൊക്കെ വരുമ്പോൾ ഞങ്ങൾ ലോകത്ത് എവിടെ ഇനി ബന്ധു വീട്ടിലൊക്കെ ആയിരുന്നാലും ഞങ്ങൾ അവിടെ എത്തും. കാരണം ആ പുലവരുടെ ആവേശം ഉള്ള കഥ കുറച്ച് കേൾക്കണം. അതുപോലെ തന്നെ ഈ പുലവരും ഈ പാണ്ഡിത്യം ശരിക്കും തോൽപ്പാവക്കൂത്ത് കാണേണ്ടത് അണിയറയിലിരുന്നാണ്. അണിയറയിൽ ഈ കലാകാരന്മാർ തമ്മിലുള്ള പാണ്ഡിത്യ പ്രകടനവും സംസാരവും അതിൻ്റെ ഒരു രസം ഒരിക്കലും യവനികയുടെ മറുവശത്ത് കിട്ടില്ല. അവിടെ പാവകൾ മാത്രമേ ഉള്ളൂ. ഇവിടെ ഈ പാവളിക്കാരൻ്റെ ആവേശപൂർവ്വമുള്ള ഉൾക്കൊള്ളൽ അതൊരു കാഴ്ച തന്നെയാണ്. രാമൻകുട്ടി പുലവരും കൃഷ്ണൻകുട്ടി പുലവരും ഒക്കെ അന്ന് ഒരാൾ ജടായു, ഒരാൾ രാവണനായിട്ടൊക്കെ വരുമ്പോൾ വളരെ രസകരമായിട്ടുള്ള നാടകീയ മുഹൂർത്തങ്ങൾ ഓരോ ദിവസം വ്യത്യസ്തമായിട്ടാണ്. ഉപ്പത്തുനാരായണൻ നായർ, അതിൽ ഉപ്പത്തുനാരായണൻ നായർ ഒരു മഹാപണ്ഡിതനായിരുന്നു. രാമൻകുട്ടി പുലവർ നല്ലവണ്ണം ഈ നാടകത്തിനൊക്കെ പാടാനും അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഈ വായ്ത്താരികൾ പറയാൻ. അപ്പം ഇങ്ങനെ ഒരു 3-4 പേര് ചേരുമ്പോഴാണ് ഈ ഇതിൻ്റെ ശരിക്കൊരു നാടകീയത ഉണ്ടാകുന്നത്. അതിനിടയിൽ കൃഷ്ണൻകുട്ടി പുലവരുടെ ഇതിൻ്റെ പ്രത്യേകിച്ച് കഥാസന്ദർഭങ്ങൾ പറഞ്ഞു പോകാനുള്ള കഴിവ്,
അതും വളരെ നാടകീയമായിട്ട് ഒരു രംഗം പോലും മുഷിയാതെ കൊണ്ടുപോകാനുള്ളൊരു കഴിവ്. അതൊന്ന് ആലോചിക്കണം. ഇത് തമിഴാണ് മുഖ്യമായിട്ടും, കേരളത്തിലാണ്. അത് ഏത് സദസ്സിനും മനസ്സിലാവുന്ന രീതിയിൽ തമിഴ് വളരെ നാടകീയമായിട്ട് മലയാളവും കൂടെ കൂട്ടിച്ചേർത്ത് പറയാനുള്ളൊരു അസാമാന്യ കഴിവ് കൃഷ്ണൻകുട്ടി പുലവർക്കുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ കുറേ കേട്ട് കഴിഞ്ഞപ്പോൾ തോന്നി ഇത് നശിക്കാൻ പാടില്ല, അപ്പോൾ എന്താ ചെയ്യേണ്ടത്? അങ്ങനെ കൃഷ്ണൻകുട്ടി പുലവരുടെ ഞാനാണ് ആദ്യം സജസ്റ്റ് ചെയ്യണത്, ഇതൊന്ന് എഴുതി വയ്ക്കണം ഈ ആടൽപ്പറ്റുകൾ. കാരണം ഇത് പറഞ്ഞു പോകണമല്ലാതെ പിന്നെ ഇങ്ങ് റെക്കോർഡ് ചെയ്തിട്ടില്ല. ഇപ്പം ഗ്രന്ഥങ്ങൾ നിറയുണ്ട്, അതിലിങ്ങനെ ഇന്ന കവികൾ ചൊല്ലണമെന്ന് മാത്രമേ ഉള്ളൂ. അതെന്തൊക്കെ രീതിയിൽ വ്യാഖ്യാനിക്കാമെന്നുള്ളത് അവരുടെ ഒരു വായ്മൊഴി പാരമ്പര്യമാണ്. ഇപ്പോൾ പുലവരെ ഇതൊന്ന് എഴുതി സൂക്ഷിച്ചാൽ നന്നായിരിക്കും. അങ്ങനെ അയോധ്യാകാന്ഡം, അങ്ങനെ ഓരോ കാണ്ഡങ്ങളും എഴുതി. അപ്പോൾ ഇതൊക്കെ എഴുതി വെച്ചാൽ എന്താ കാര്യം, ആരെ പ്രസിദ്ധീകരിക്കണമെന്ന് ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞപ്പോൾ യാദൃശ്യമായിട്ട് ഞാനിത് ഒരു സ്വീഡിഷ് ഒരു പപ്പറ്റീറുണ്ട്, മൈക്കൽ മെച്കെ. അദ്ദേഹം വലിയ വിശ്വപ്രസിദ്ധനായ പാവകളിക്കാരനാണ്. ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ പലരും അദ്ദേഹത്തിൻ്റെ കീഴിൽ പഠിച്ചവരാണ്. ഇപ്പോൾ ദാദി പദംജി, അതുപോലെ പുതിയ തലമുറയിൽപ്പെട്ട പല പുതിയ ഇന്ത്യൻ പാവകളിക്കാരും സ്വീഡനിൽ പോയിട്ട് ഇദ്ദേഹത്തിൻ്റെ സ്കൂളിൽ പഠിച്ച് വന്നിട്ടുള്ളവരാണ്. അപ്പോൾ ഇന്ത്യയും ഇന്ത്യൻ പാവകളിയെക്കുറിച്ച് വളരെയധികം ആദരവുള്ള മനുഷ്യനാണ്. അപ്പോൾ ഞാനൊരിക്കൽ ആദർശമായിട്ട് മൈക്കിൾ മെച്കെ കണ്ടപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു ആവശ്യം പറഞ്ഞു, ഇങ്ങനെ ഒരു സംഭവമുണ്ട്, കൃഷ്ണൻകുട്ടി പുലവർ ഇത് എഴുതുകയാണ്, അതൊന്ന് പ്രസിദ്ധീകരിക്കാൻ എന്തെങ്കിലും സഹായം ചെയ്യണമെന്ന് പറഞ്ഞു. ഞാനെന്താ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ആദ്യത്തെ പുസ്തകത്തിനുള്ള പൈസ, അച്ചടിക്കാനുള്ള പൈസ കൊടുക്കുന്നത് ഈ മൈക്കൽ മെച്കെയാണ്. അയോധ്യാകാന്ഡം ആയിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. പിന്നീട് പുലവരിരുന്ന് നിരന്തരം എഴുതാൻ തുടങ്ങി. പിന്നെ ഒരു പുസ്തകം കേന്ദ്ര സംഗീത അക്കാദമി തന്നെ അത് എഴുതിയ അതേ കൈപ്പടയിൽ അത് അച്ചടിച്ച് ഇപ്പോഴുണ്ടത് ഒരു ഗ്രന്ഥം അങ്ങനെ വന്നിട്ടുണ്ട്. അങ്ങനെ അനവധി മിക്കവാറും എല്ലാം എഴുതി വെച്ചു. ഇപ്പോൾ അത് ഇപ്പോഴത്തെ കണ്ടീഷൻ എനിക്കറിയില്ല. അന്ന് എല്ലാം പകർത്തി വെച്ചു, നല്ല ഭംഗിയായിട്ട് അത് എഴുതി സംരക്ഷിക്കാനുള്ള ശ്രമം നടത്തി. അതോടൊപ്പം അന്ന് കമലാദേവി ഇരിക്കുന്ന കാലത്ത് തന്നെ ഇതിൻ്റെ ഈ ചൊല്ലുകളൊക്കെ റെക്കോർഡ് ചെയ്യാനുള്ള സംവിധാനം ചെയ്തു. അതൊക്കെ ഇപ്പോൾ ഭദ്രമായിട്ട് സൂക്ഷിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം എനിക്കറിയില്ല. എന്തായിരുന്നാലും ഫിലിം ചെയ്തു, കുറേ റെക്കോർഡ് ചെയ്തു. അങ്ങനെ ആ കാലഘട്ടത്തിൽ ചെയ്യാവുന്നതൊക്കെ ഞങ്ങൾ ചെയ്തു. ഒരു തലമുറയെ പഠിപ്പിച്ചു, കുറേ ഡോക്യുമെൻ്റ് ചെയ്തു. ഇന്ത്യൻ സാഹചര്യത്തിൽ ഇത്തരം ഒരു കലാരൂപത്തിൽ കിട്ടാവുന്നതിൻ്റെ പരമാവധി സംരക്ഷിക്കാനും പുതിയ തലമുറയെ പഠിപ്പിക്കാനുമുള്ള സംവിധാനങ്ങൾ അന്നത്തെ സാഹചര്യത്തിൽ ചെയ്തു. അതിനൊക്കെ പുലവർ വളരെ ആവേശഭരിതനായിരുന്നു. ഒന്നും തനിക്ക് എന്ത് പ്രതിഫലം കിട്ടുമെന്നൊരിക്കലും അത് നോക്കിയിട്ടില്ല. മാത്രമല്ല ഈ ചെയ്യാൻ വരുന്നവരെയൊക്കെ നല്ല രീതിയിൽ സ്വീകരിക്കുക, അവർക്ക് വേണ്ട രീതിയിലുള്ള മറ്റു കാര്യങ്ങൾ, അവിടെ കുഗ്രാമായിരുന്നു അന്നൊക്കെ ഒക്കെ ചെയ്ത് അങ്ങനെ വളരെ അധികം കാര്യങ്ങൾ. പക്ഷേ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഈ രീതിയിൽ പ്രവർത്തിച്ച ഒരു പാവളിക കലാകാരൻ കൃഷ്ണൻകുട്ടി പുലവർ തന്നെയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ മോഹം മക്കളൊക്കെ ഇതിലേക്ക് വരണമെന്നായിരുന്നു. പക്ഷെ അവർക്കൊന്നും ആദ്യകാലത്ത് വലിയ താല്പര്യമൊന്നുമില്ലായിരുന്നു. അവർക്കൊക്കെ മറ്റ് ജോലികൾ കിട്ടണമെന്നുള്ളതായിരുന്നു. കാരണം ഇതിൽ നിന്നുള്ള വരുമാനം കൊണ്ട് ജീവിക്കാൻ പറ്റുമെന്നൊക്കെയുള്ള സംശയം ഉണ്ടായിരുന്നു. അങ്ങനെ അവർക്ക് പല ജോലികൾ തേടിപ്പോയി. പിന്നെ ആ ജോലികളൊക്കെ ഉപേക്ഷിച്ചിട്ട് ഇപ്പോൾ അവർ വീണ്ടും പാവളിയിലേക്ക് വന്നു. അങ്ങനെ എന്തുകൊണ്ടും കൂനത്തറ ആ ഒരു കുടുംബവും ഇന്ന് അവിടെ നടക്കുന്ന പാവകളി സംബന്ധമായിട്ടുള്ള പല പ്രവർത്തനങ്ങളും എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ അവിസ്മരണീയമാണ്. പുലവർ എന്ന കലാകാരന് ഈ ജന്മം മറക്കാനാവില്ല. കാരണം അത്രത്തോളം ഒരു സജീവമായ സാന്നിധ്യം. ഇപ്പോൾ എൻ്റെ വീട്ടിൽ വന്നാൽ ഒരാഴ്ചയൊക്കെ താമസിച്ചിട്ടാണ് പോകുന്നത്. രാത്രി മുഴുവൻ ഇങ്ങനെ കൂത്ത് പറഞ്ഞുകൊണ്ടേയിരിക്കും, പല രംഗങ്ങളും. പണ്ട് അച്ഛൻ പറഞ്ഞിരുന്നത് ഇങ്ങനെയാണ്, പണ്ട് മറ്റ് വേറെ പലരും പുലവന്മാരും ഒക്കെ പറഞ്ഞിരുന്നത് എങ്ങനെയാണ്. അങ്ങനെ ഒരു ഇതാണ്. പിന്നെ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത് തോൽപ്പാവത്തിനെ കുറിച്ച്, ഇത് നമ്മൾ പൊതുവെ ഒരു ധാരണയുണ്ട്, ഇത് വെള്ളാളച്ചെട്ടി സമുദായത്തിൻ്റെ ആണ് തോൽപ്പാവ്. ശരിക്കും കൃഷ്ണൻകുട്ടി പുലവരും ആ പാരമ്പര്യവും വെള്ളാളച്ചെട്ടിയാണ്, ലക്ഷ്മണ പുലവർ, അങ്ങനെ കുറേ പേര്. പക്ഷെ പിൽക്കാലത്ത് ഞാനും ഇതാണ് എഴുതി വെച്ചിട്ടുള്ളത്. പക്ഷേ ഞാൻ പിൽക്കാലത്ത് കുറേ കൂടെ വിപുലമായ ഒരു അന്വേഷണം നടത്തുമ്പോൾ ഇതിനകത്ത് നായർ കുടുംബങ്ങളുണ്ട്, സജീവമായി തോൽപ്പാവ് കൂത്ത് പാരമ്പര്യമായിട്ട് ചെയ്തിരുന്നവർ. അതുപോലെ തന്നെ ഗണകർ. എൻ്റെ ബലമായ സംശയം ഒരുപക്ഷെ ഏറ്റവും പ്രാചീനമായിട്ട്
ഈ കല ആധികാരികമായി ചേരുന്നത് ഗണകരാണോ എന്നെനിക്ക് സംശയമുണ്ട്. കാരണം പല കൂത്തുമാടങ്ങളിലും അവർക്കാണ് അവകാശം ഇപ്പോഴും. ഇതിൻ്റെ മുഖ്യ വരുമാനം എന്ന് പറഞ്ഞാൽ ഈ നാടകത്തിൽ നിന്ന് കിട്ടുന്ന ദക്ഷിണയാണ്. ഇന്നും ആരൊക്കെ പരിപാടി ചെയ്തിരുന്നാലും അതിൻ്റെ അവകാശം പല ഗണകന്മാർക്കുള്ളതായിട്ട് അടുത്ത കാലത്തൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ നെയ്ത്തുകാരുടെ കുടുംബങ്ങൾ അവർക്കും ഉണ്ടായിരുന്നു തോൽപ്പാവക്കൂത്ത്. അങ്ങനെ ശരിക്കും ഇതൊരു അത്രത്തോളം സൂക്ഷ്മമായ പഠനം നടത്തിയിട്ടില്ല. പഠനം നടത്തി കഴിഞ്ഞാൽ ജാതിക്ക് അതീതമായിട്ടായിരുന്നു. ഇപ്പം കൃഷ്ണൻകുട്ടി പിള്ള പറയുന്ന വലിയ കലാകാരൻ വെള്ളാളിച്ചെട്ടി ആയതുകൊണ്ട് ഞാനുൾപ്പെടെയുള്ള ആ കാലഘട്ടത്തിലെ ആളുകളൊക്കെ ഇത് വെള്ളാളിച്ചെട്ടി സമുദായമാണ് ഇതിൻ്റെ ആധികാരിക പ്രയോക്താക്കളെന്ന് തെറ്റിദ്ധരിക്കുകയും അങ്ങനെ എഴുതുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ എനിക്ക് ബലമായ സംശയമുണ്ട്, അങ്ങനെയല്ല. അന്വേഷിച്ചാൽ മറ്റ് പല സമുദായങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിരുന്നതായി കാണാം. പ്രത്യേകിച്ചും ഗണക സമുദായത്തിന് വലിയൊരു സ്ഥാനം ഇതിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഒരു കാര്യം. പിന്നെന്നുള്ളത് ഈ കലാരൂപത്തിൻ്റെ അവതരണത്തിൽ വന്നിട്ടുള്ള ഇതിൽ നഷ്ടപ്പെട്ടു പോയ ചില കാര്യങ്ങളാണ്. പണ്ട് ആയിരക്കണക്കിന് ആളുകൾ കൂത്തുമാടത്തിൽ കൂത്ത് കേൾക്കാൻ വരും എന്ന് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷേ ഇന്ന് എത്ര ശ്രമിച്ചിട്ടും ആളെ പിടിച്ചു നിർത്തുവാൻ ഇന്നത്തെ തോൽപ്പാവക്കൂത്തിന് കഴിയുന്നില്ല എന്നുള്ളതാണ്. അതിൻ്റെ പിന്നിലേക്കൊരു അന്വേഷണം നടത്തിയപ്പോഴാണ് അറിഞ്ഞത്, അന്ന് ഈ സംഘത്തോടൊപ്പം പുലവന്മാർ പാവ പിടിക്കുന്നു, പാവ കളിപ്പിക്കുന്നു, ചലിപ്പിക്കുന്നു, അതോടൊപ്പം സംഗീതം കൈകാര്യം ചെയ്യുന്ന മറ്റൊരു വിഭാഗക്കാരുണ്ടായിരുന്നു. ആ സംഗീതം കൈകാര്യം ചെയ്യുന്നത് ഈ ഇന്ന് പാവകൾ കൈകാര്യം ചെയ്യുന്ന കലാകാരന്മാരല്ല. കാരണം അവർക്കൊരിക്കലും ഈ സംഗീത ബോധം എന്നുള്ളൊരു സംഭവം അതങ്ങനെ എല്ലാവർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല. അതിന് പ്രത്യേകിച്ചുണ്ടായിരുന്നൊരു ഗ്രൂപ്പ്, അവർക്ക് എന്തെങ്കിലും ഒരു പ്രത്യേക ജാതി അല്ലെങ്കിൽ സമുദായത്തിൽ നിന്ന് വന്നവരാണോ അല്ലാത്തവരാണോ എന്ന് എനിക്കറിയില്ല. പക്ഷെ എന്തായിരുന്നു തന്നെ അവർ സാമാന്യ രീതിയിൽ മര്യാദയ്ക്ക് ശ്രുതി ലയത്തോടു കൂടി പാടാൻ കഴിവുള്ളവരായിരുന്നു. ഈ കഥ പറഞ്ഞു പോകുന്നതിനിടയ്ക്ക് ചില ഭാഗങ്ങൾ അവർ സംഗീതത്തിൽ കൂടെ വളരെ മനോഹരമായിട്ട് അഭിനയിച്ചിരുന്നു എന്നും അതിന് പിന്നെ പല രീതിയിലുള്ള പിൽക്കാലത്ത് ഹാർമോണിയൊക്കെ ഉപയോഗിച്ചിരുന്നു. അതിന് മുമ്പ് എന്തായിരുന്നു എന്ന് എനിക്ക് ശരിക്കും അറിയില്ല. കാരണം അത് അങ്ങനെ ട്രേസ് ചെയ്തെടുക്കാൻ കഴിയാത്ത വണ്ണം അത് നഷ്ടപ്പെട്ടു പോയി. എന്തായിരുന്നാലും സംഗീതം ഇതിൻ്റെ ഒരു പ്രധാന ഭാഗമായിരുന്നു. അത് ആ ഒരു അഭിപ്രായം ദൃഢീകരിച്ചത് നമ്മുടെ ഇന്തോനേഷ്യയിലെ സമാനമായ പാവകളി കാണുമ്പോഴാണ്. അവിടെ ദലാങ് ഇപ്പം പാവയുടെ കഥ പറയുന്ന ആളും അവിടെ ഒരാളാണ് കഥ പറയുന്നത്. ഈ സംഗീതക്കാരൻ രണ്ട് വിഭാഗക്കാരാണ്. ആ സംഗീതം ഹൈലി പ്രൊഫഷണലായിട്ടുള്ള നിലവാരത്തിലുള്ള സംഗീതം ഗമേലൻ ഇതിൻ്റെ പശ്ചാത്തലത്തിലുണ്ടാവും. അപ്പം ഗമേലനില്ലെങ്കിൽ ഇതിന് ഒട്ടും ഒരു പുഷ്ടിയില്ല. അപ്പം അങ്ങനെ ഒരു സംവിധാനം ഇവിടെ ഉണ്ടായിരുന്നു. അത് പരിപൂർണമായിട്ട് ഇനി കൊണ്ടുവരാൻ പറ്റാത്ത രീതിയിൽ അതിന് നഷ്ടപ്രായം വന്നുപോയി. അപ്പോൾ ഇനി വേണ്ടതെന്താണെന്ന് വെച്ചാൽ അതിനെ ഭാവന ഉപയോഗിച്ച് അത് രണ്ടാമത് കൊണ്ടുവരാൻ ഒരു ശ്രമം നടത്തുകയാണ് വേണ്ടത്. ഒരു നിർദ്ദേശം വയ്ക്കുകയും അതിലേക്ക് ശ്രമിക്കാൻ ആരംഭിക്കുകയും ചെയ്തപ്പോൾ ഇന്ന് കൈകാര്യം ചെയ്തിരുന്ന പാവളിക്കാർ തന്നെ ഞങ്ങളായിക്കോളാമെന്ന് പറഞ്ഞാൽ അവർ സംഗീതം പഠിക്കാനൊക്കെ പുറപ്പെട്ടപ്പോൾ ഞാൻ ആ ശ്രമം ഉപേക്ഷിച്ചു. കാരണം അവരെ കൊണ്ട് ഒരിക്കലും മനോഹരമായിട്ട് പാടാൻ പറ്റില്ല, അവർ കഥ പറയാനേ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു സന്ദർഭത്തിലാണ് ഇത് നിന്നുപോയത്, ആ രീതിയിലുള്ള ശ്രമങ്ങളൊക്കെ. കാരണം അതൊരു വലിയൊരു നഷ്ടമാണ്. ഇതിൻ്റെ രംഗസജ്ജീകരണങ്ങൾ പലതും ഇന്ന് നടപ്പിലില്ല. ഇപ്പം ഉദാഹരണത്തിന് ലങ്കാദഹനം നടക്കുമ്പോൾ മത്താപ്പ് കത്തിച്ചിട്ട് കൂത്തുമാടത്തിന് വെളിയിൽ ഇങ്ങനെ പല ഭാഗത്തും പിടിക്കും. അപ്പോൾ തീപ്പൊരി ഇങ്ങനെ തെറിച്ചുകൊണ്ടിരിക്കും. ഇവിടെ തള്ളിയെറിഞ്ഞും അഗ്നി ഫലിപ്പിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കുറേ രംഗസജ്ജീകരണങ്ങളുണ്ട്. ഇപ്പോൾ ഈ നിണം എറിയൽ കേരളീയമായിട്ട് പാരമ്പര്യമായിട്ട് വളരെയധികം യോജിച്ചൊരു കാര്യമാണ്. ഈ നിളം ഉപയോഗിക്കുന്നത് കൂടിയാട്ടത്തിലുണ്ട്. ശുർബണകൾക്ക് നിളം അണിയും. ഇവിടെ നിളം എറിയാണ് ആയപ്പുഴയിൽ. ആ ഒരു ഇത് കഴിഞ്ഞാൽ പിന്നെ ആ ആയപ്പുഴ പിറ്റേ ദിവസം മാറ്റുകയാണ്. കാരണം ഈ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് ചീത്തയാവും. പക്ഷെ അതൊന്നും നോക്കാറില്ല അവർ. ആ ഒരു ധാരാളിത്തം നമുക്ക് നമ്മുടെ എല്ലാ കലകളിലും ഉണ്ട്. പുതിയ തുണി കെട്ടുകയും അതിൽ വേണ്ട രീതിയിൽ ആ തിയേറ്ററിക്കൽ എഫക്റ്റ് വരും. അതൊക്കെ നിന്നുപോയി. പിന്നീട് ആരും ഇത് നിളം ഉണ്ടാക്കുകയോ ഒഴിക്കുകയോ ചെയ്യാറില്ല. ഇപ്പം ഉണ്ടോയെന്ന് എനിക്കറിയില്ല.
അപ്പം ഇങ്ങനെ ഒരുപാടുണ്ട് രംഗസജ്ജീകരണങ്ങൾ ഇതിൻ്റെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നടപ്പിലുണ്ടായിരുന്നു. അതൊക്കെ നഷ്ടപ്പെട്ടു പോയി. അപ്പം അങ്ങനെയാണ് ഈ കല ഒട്ടും ജനപ്രിയമല്ലാത്ത രീതിയിൽ ഒരു ചടങ്ങായിട്ട് മാത്രം ഇങ്ങനെ അവശേഷിച്ചു. പലപ്പോഴും അന്നൊക്കെ ആ കാലഘട്ടങ്ങളിൽ ധാരാളം അരങ്ങുകളിൽ ഞാൻ മിക്കവാറും കൂത്തുമാടത്തിനകത്താണ് എൻ്റെ സ്ഥാനം. പുറത്തിരുന്ന് അങ്ങനെ അപൂർവമായിട്ട് കാണാറുള്ളൂ. അകത്തിരുന്ന് ഈ പുലവന്മാർ നല്ല നല്ല പുലവന്മാരുടെ നാടകീയമായ തർക്കങ്ങളും ഇതൊക്കെ ആയിട്ട് രസിച്ചങ്ങനെ വളരെ രസകരമായ ഇതാണ്. അവർ അറിഞ്ഞാസ്വദിക്കണം. കേൾക്കാൻ ആരും കാണില്ല, അപ്പുറത്ത് ഒരാൾ പോലും ഉണ്ടാവില്ല. പക്ഷേ അവർ വളരെ മനോഹരമായിട്ട് ആസ്വദിച്ചുകൊണ്ട് ഈ രാമൻകുട്ടിയും പിന്നെ കൃഷ്ണൻകുട്ടി പുലവർ, പിന്നെ അണ്ണാമല പുലവരുണ്ടായിരുന്നു, മഹാകേമൻ. അണ്ണാമല പുലവർ കഥ പറയാൻ തുടങ്ങിയാൽ പിന്നെ പാവയുടെ ആവശ്യമില്ല. കാരണം അത്രത്തോളം അദ്ദേഹം ലയിച്ച് വർണ്ണിച്ച് മഹാപണ്ഡിതനായിരുന്നു. ഉപ്പത്ത് നാരായണൻ നായർ, അണ്ണാമല ഒന്നിച്ച് വന്നാൽ പിന്നെ എത്രയെങ്കിലും മണിക്കൂറുകൾ വെളുക്കണത് വരെ കഥ പറയൽ വളരെ രസകരമായിട്ടുള്ളൊരു അനുഭവമായിട്ട് മാറാറുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് തോൽപ്പാവക്കൂത്തിൻ്റെ ഒരു കാലഘട്ടം. അതിൻ്റെ സുവർണ്ണ കാലഘട്ടം കഴിഞ്ഞ് ഏതാണ്ട് നഷ്ടപ്രായമാവുന്ന ഒരു സന്ദർഭത്തിലാണ് എനിക്കതിൽ ഇടപെടേണ്ടി വന്നത്. എന്തായിരുന്നാലും പിന്നൊരു തലമുറയെ തീരെ നഷ്ടപ്പെടാത്ത രീതിയിൽ പരിശീലിപ്പിച്ചെടുക്കാൻ കൃഷ്ണൻകുട്ടി പുലവരുടെ നേതൃത്വത്തിൽ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. പക്ഷേ എന്നിരുന്നാലും അത് ഈ നിഴൽ പാവക്കൂത്തിന് ഒരുപാട് സാധ്യതയുണ്ട്. ആ സാധ്യതകളൊക്കെ ഉപയോഗിക്കാം നമുക്ക്. ഇപ്പോൾ വളരെ സുതാര്യമായ തോലിൽ വർണ്ണങ്ങൾ ഉപയോഗിച്ചിട്ട് ഇപ്പോൾ ആന്ധ്രയിലും കർണാടകയിലും കിടക്കുന്ന പരീക്ഷണങ്ങളൊക്കെ ഇവിടെയും കൊണ്ടുവരാൻ കഴിയും. ഇവിടെ നമ്മുടെ ചുവർച്ചിത്ര രചനയായിട്ട് ഈ തോൽപ്പാവക്കൂത്തിൻ്റെ ബന്ധം ഉപയോഗിച്ച് നമ്മുടെ സജീവമായ ഒരു കാലത്തുണ്ടായിരുന്ന ചുവർച്ചിത്ര ശൈലിയിലേക്ക് പുതിയ പാവകൾ കൊണ്ടുവരാൻ കഴിയും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. പക്ഷെ അതിൻ്റെയൊക്കെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ചെയ്യുമ്പോൾ അതിൻ്റെ കലാപരമായിട്ടുള്ള ഒരു മൂല്യം കൂടെ കണക്കിലെടുത്ത് നാടകീയതയൊക്കെ സംരക്ഷിച്ചുകൊണ്ട് സൂക്ഷ്മമായ രീതിയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ വളരെ നല്ല കലാരൂപമാണ് തോൽപ്പാവക്കൂത്ത്.